ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് ഒരു കിടുക്ക് ഫോൺ. ഈ ഒരു സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 10,000 ഇതുപോലൊരു ഫോൺ ഇറക്കിയ ഈ കമ്പനിക്ക് എൻ്റെ വക ഹാൻഡ്സ് ഓഫ്. സോ ഇന്നത്തെ ഫോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവ സ്ട്രോം. അപ്പം ലാവ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ ഇങ്ങനൊരു ഫോൺ ഇറക്കിയ ഇവർക്ക് ഞാൻ ഒരു ക്ലാപ്പ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കട്ടെ ഈ വീഡിയോ ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.75 HD പ്ലസ് ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ അണ്ടർ 10K ആണെന്ന് ആലോചിക്കണേ. HD പ്ലസ് ആണ്, ഫുൾ HD അല്ല. അതെല്ലാവരും ഒന്ന് ആലോചിക്കുക. ബട്ട് നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഫോണാണിത്. വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. അണ്ടർ 10K മോട്ടറോളയും കൊടുക്കുന്നുണ്ട്, ബട്ട് ഇവിടെയും ഉണ്ട്. ബട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്, അത് മാത്രം ഉണ്ട്. ബട്ട് ഇത് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം വാട്ടർ ഡ്രോപ്പ് നോച്ച് നമുക്ക് പരിഗണിക്കാം. കാരണം അണ്ടർ 10K അല്ലേ ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ നമുക്ക് കുഴപ്പമില്ല. ബെസൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബെസൽസ് ആവറേജ് ബെസൽസേ ഉള്ളൂ. വേറെ വലിയ വലിയ ഇഷ്യൂസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് ഒരു ഫോൺ എടുത്തു. സോ അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. അങ്ങനെ വെച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഫോണായിരിക്കും ഇത്. പിന്നെ സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സ്പെക്ക് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിമെൻസിറ്റി 7060 എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സർ ഈ ലാവയിലാണ് ഇരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഈ ചിപ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഈ ഒരു റേഞ്ചിൽ ഈ മോട്ടറോള ഒക്കെ കൊടുക്കുന്നത്, മോട്ടറോള സ്നാപ്ഡ്രാഗൺ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അറിയില്ല. ബട്ട് അത് എൻ്റെ ഒരു നിഗമനത്തിൽ അണ്ടർ 10K അല്ല, അത് 11K ആ റേഞ്ചിലായിരുന്നു. അണ്ടർ 10K ഈ ഒരു ഇതില് എന്നെ ഏറ്റവും ഷോക്ക് ചെയ്തൊരു സംഭവം എന്നാണ് ഞാൻ പറഞ്ഞിട്ട്. ഇറ്റ് ഹാസ് LPDDR5 റാം ആൻഡ് UFS 3.1. ഷോക്കായില്ലേ? സംഭവം അതാണ്. ഇതിന്റെ LPDDR5X എങ്ങനെ കൊടുത്തത് ഈ ഒരു റേഞ്ചിൽ കൊടുത്തത്? ഇത് എനിക്ക് സംഭവം ഒരു പിടുത്തമില്ല. ഇവര് ഈ ലാഭ എന്താ കാണിക്കണമെന്നറിയില്ല. സോ അതാണ് ഇതിന്റെ ഇപ്പോൾ ഒരു ആൻറ്റിറ്റ്യൂഡ് സ്കോർ പറയുകയാണെങ്കിൽ ഒരു 3 lakhിനടുത്ത് വരും. കാരണം അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. ബട്ട് അതാണ് ഇവിടെ ഒരു ഇഷ്യൂ. ഡ്രോബാക്ക് ആയിട്ട് മെയിനായിട്ട് ഈ പറയുന്നത് ഒട്ടും ഒപ്റ്റിമൈസ്ഡ് ആക്കിയിട്ടില്ല. എനിക്കതൊരു കുറവായിട്ട് തോന്നുന്നു. നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ചാർജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 18 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട്. ബാറ്ററി ഒരു 5000 mAh, നോർമൽ ടിപ്പിക്കൽ 5000 mAh. ഇത് ഇപ്പം ഗെയിം കളിക്കാനെന്നാലും നോക്കട്ടെ. ബട്ട് ഞാൻ എന്നാലും പറയാണ്, ഗെയിമിംഗ് ആണെങ്കിൽ BGMI ഒരു 30 FPS കിട്ടും. അത്ര അത് ഈ ഒരു പ്രോസസ്സർ. അതാണ് ഞാൻ പറഞ്ഞത്, ഒപ്റ്റിമൈസ്ഡ് അല്ല പ്രോസസ്സർ. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ BGMI ഈ ഒരു 30 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് വി ഗോൺ ടു ടെൽ സെൻസർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗൈറോസ്കോപ്പ് സെൻസർ ഉണ്ട്. അതാണ് അണ്ടർ 10K ഗൈറോസ്കോപ്പ് കിട്ടുന്ന ഏക ഫോൺ ഇതായിരിക്കും. ഞാൻ പറഞ്ഞത് പറയുകയാണെങ്കിൽ മെയിൻ ഒരു വിഷയം തന്നെ ഇതാണ്. ഒരു അണ്ടർ 10K ഗൈറോസ്കോപ്പ് കൊടുക്കുന്നത് വലിയൊരു സംഭവം. പിന്നെ അടുത്ത ഫിംഗർ പ്രിന്റ് എന്ന് പറയുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. ഫേസ് അൺലോക്ക് ഉണ്ട്. പിന്നെ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ മോണോ സ്പീക്കറാണ്. ഈ ഒരു റേഞ്ചിൽ അത് പ്രതീക്ഷിച്ചാൽ മതി. ബട്ട് സൗണ്ട് ക്ലാരിറ്റി ഓക്കെ. സോ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് 5.2 ഉണ്ട്, 12 ബാൻഡിന്റെ 5G സപ്പോർട്ട് ഉണ്ട്. ഡ്യുവൽ സിമ്മും 5G യൂസ് ചെയ്യാം. അതാണ് മെയിൻ. മോട്ടറോളയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡ്യുവൽ സിമ്മിന് 5G യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലും ഡ്യുവൽ സിമ്മ് 5G യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫോൺ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ അതിൽ ഫോൺ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണേ. ബട്ട് ഇതിൻ്റെ ഡിസൈൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈപ്പിൽ ഒരു പ്രീമിയം എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ബാക്കിൽ നല്ലൊരു പ്രീമിയം എഫക്റ്റ് ഉണ്ട്. പിന്നെ UI എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. ഇത് ഇവരുടെ മെയിനാണ്. ലാവയ്ക്ക് UI എന്ന് പറയുന്ന സംഭവം അത് സ്റ്റോക്ക്. വേറെ ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല, ഒരു കോപ്പുമില്ല. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 വരുന്നുണ്ട്. 1 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ 2 വർഷത്തെ തെറ്റിപ്പോയി സോറി
1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള സംഭവം വീഡിയോ ഇത് വെച്ചിട്ട് ഇത് ഒപ്റ്റിമൈസ്ഡ് ആയിരുന്നെങ്കിൽ, ഈ ഒരു പ്രൊസസ്സർ ഒപ്റ്റിമൈസ്ഡ് ആണ്, നമുക്ക് അപ് ടു 4K വരെ കൊടുക്കാം. ബട്ട് ഹിയർ നമുക്ക് 2K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സംഭവം എനിക്ക് എങ്ങനെയാണ് പോസിബിൾ ആവണമെന്ന് മനസ്സിലായില്ല. ബട്ട് ഇതൊരു പഴയ സെൻസറാണ്, ബട്ട് അത് ഈ റേഞ്ച് കൊടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX752 സെൻസർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ, എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഫോട്ടോസൊക്കെ ഡീസൻ്റ് ആണ്. ആ ഒരു റേഞ്ചിൽ ഇപ്പം ഇതാണ് പക്ക ഫോട്ടോസ്. പിന്നെ ഫ്രണ്ട് ക്യാമറ പോരാ. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലേ ഉള്ളൂ, ബട്ട് ഓക്കെ അത്രേ പറയാനുള്ളൂ. സോ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ കാര്യങ്ങൾ. എല്ലാം നൈസാണ്. ഈ ഒരു റേഞ്ചിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സെറ്റ്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. എന്നെ ഇത്ര നേരം സഹിച്ചതിന് എല്ലാത്തിനും വലിയ നന്ദി. അപ്പോൾ ഇനി അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ക്ലാരിറ്റിയൊക്കെ കുറവാണെന്ന് എനിക്കറിയാം. ബട്ട് നമുക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനും പിന്നെ ഈ ഒരു ചാനലിൽ നമുക്ക് ഇനി അൺബോക്സിങ്സ് കൊണ്ടുവരാനും പറ്റുള്ളൂ. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സോ ഐ എം സൈനിങ് ഓഫ്. ജികെ ലക്കി ഹിയർ.